കട്ടപ്പനയിൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ FHSTA നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. ഹയർ സെക്കൻഡറി ഇല്ലായ്മ ചെയ്യാനും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് HSS ലയനം നടത്തുക വഴി ഈ മേഖലയുടെ നിലവാരം തകർക്കാനും ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ഗൂഢാലോചനയെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ശേഖർ S പറഞ്ഞു. ആരും ഇനി ഹയർ സെക്കൻഡറി അധ്യാപകരല്ല, നമ്മളൊക്കെ എന്താ അധ്യാപകരാണ്? സെക്കൻഡറി അധ്യാപകരാണ്. അധ്യാപക സമൂഹത്തിന് ഹയർ സെക്കൻഡറിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 3 കാറ്റഗറികളായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് സെക്കൻഡറി അധ്യാപകൻ അഥവാ സീനിയർ അധ്യാപകൻ, ഇപ്പം നമ്മൾ HSST എന്ന് പറയപ്പെടുന്ന അധ്യാപക സമൂഹം. 2 ജൂനിയർ അധ്യാപകർ. മൂന്നാമത്തേതാണ് വിചിത്രമായിട്ടുള്ള ഒരു സംഭവം. അതിന്റെ പേര് ഈ പൂളിൽ അധ്യാപകർ എടുത്തില്ലേ എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഹൈസ്കൂളിൽ അല്ലെങ്കിൽ LP UP പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അവരെയും ഈ ഒരു സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവരികയാണ്. ഇവിടെ മധുര സ്വപ്നമായിട്ടുള്ള ഒരു വാഗ്ദാനം തരുന്നുണ്ട്. എന്താ പറയാമോ? ഈ ജൂനിയർ അധ്യാപകരെ കബളിപ്പിക്കാൻ. എന്താണെന്ന് പറയാമോ? നിങ്ങളെ സീനിയർ ആക്കും. എങ്ങനെ? നിങ്ങൾ 8ലും 9ലും 10ലും 11ലും 12ലും പഠിപ്പിച്ചാൽ നിങ്ങളുടെ പീരീഡ് 14 എന്നുള്ളത് 16 18 മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തായി മാറുമെന്നാണ് പറയുന്നത്? സീനിയർ എന്നുള്ളൊരു പോസ്റ്റിന് ഇല്ല കേട്ടോ. ഇനി ഒരു കാലത്തും ഈ ഒരു സംവിധാനം നടപ്പാക്കപ്പെട്ടാൽ ഒരു കാലത്തും PSC വഴി നിയമനം സീനിയർ തസ്തികയിലേക്ക് അത് ഓൾറെഡി ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഈ താഴെ എന്ന് പറഞ്ഞത് മറ്റു രീതിയിൽ നിങ്ങൾ കാണരുത്. സ്കൂളിൽ യോഗ്യതയുള്ള അധ്യാപകരെ മുഴുവനായി ഹയർ സെക്കൻഡറി ഡിപ്ലോയിഡ് അധ്യാപകർ എന്നാണ് പറയുന്നത് കേട്ടോ. അവരെ എല്ലാം ഇങ്ങോട്ടാക്കി പുതിയതായിട്ട് PSC നിയമനങ്ങൾക്കെല്ലാം ഒരു വിലങ്ങുതരിയായിട്ട് ഈ സംവിധാനം മാറുകയാണ്. ഇനി വിചിത്രമായിട്ട് മറ്റുള്ളൊരു കാര്യം പറയാം. നിലവിലെ സംവിധാനം അനുസരിച്ചിട്ട് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളിന് മിനിമം 8 പീരീഡ് പഠിപ്പിക്കണം. പുതിയ സംവിധാനം വരുമ്പോൾ HM എന്ന് പറയപ്പെടുന്ന ഒരു പോസ്റ്റ് എന്തായിട്ട് മാറുമെന്നറിയാമോ? വൈസ് പ്രിൻസിപ്പൾ. ഈ വൈസ് പ്രിൻസിപ്പൾ പഠിപ്പിക്കണം. വേണ്ട, പഠിപ്പിക്കണ്ട. ഇനി ബ്ലോക്ക് ലെവൽ എഡ്യൂക്കേഷൻ ഓഫീസർ എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് പുതിയ രീതി അനുസരിച്ചിട്ട്. ഇയാളുടെ ജോലി എന്താണെന്ന് അറിയാമോ? ഈ ഹയർ സെക്കൻഡറി സംവിധാനത്തിനെയൊക്കെ അവർ മാനേജ് ചെയ്യാണ്. അവരുടെ യോഗ്യത എന്താ പറയാമോ? ഡിഗ്രി. അവരെവിടെ വർക്ക് ചെയ്യുന്നവരാ? LP സ്കൂളിൽ HMമാരാണ്. അപ്പോൾ LP സ്കൂളിൽ HMമാരെ ഹയർ സെക്കൻഡറി സംവിധാനം മുതൽ മറ്റുള്ള മേഖലകളിലെല്ലാം അവരുടെ കീഴിൽ നമ്മൾ വരാനുള്ള വളരെ വിചിത്രമായിട്ടുള്ള അതിൻ്റെ അകത്തൊരു മാനദണ്ഡങ്ങളൊന്നുമല്ല കേട്ടോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഹൈസ്കൂൾ അധ്യാപകർക്ക് ഇത്ര ശതമാനം, ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവൽ എഡ്യൂക്കേഷനോ, ഈ പറയപ്പെട്ട കാറ്റഗറികൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മാനദണ്ഡവും എത്ര ശതമാനം അവർക്ക് കൊടുക്കണമെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ പറയുന്നില്ല. നമുക്ക് ഈ ഒരു സംവിധാനം, നമ്മളൊരു പുതിയൊരു വീട് വെച്ചു, ഒരു കാരണമില്ലാതെ അങ്ങ് ഇടിച്ചു തള്ളുമോ? അതിലെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിലല്ലേ ഇടിച്ചു തള്ളാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിലവിലെ ഹയർ സെക്കൻഡറി സംവിധാനത്തിന് എന്താ കുറവ്? ഇന്ന് ലോകം അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അപ്രീസിയേറ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. പല സംസ്ഥാനങ്ങളും കേരളത്തിലെ നോക്കി പഠിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ്. ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിൽ ഇത്രമാത്രം മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സംവിധാനത്തിനെ അഴിച്ചുപണി നടത്തുമ്പോൾ എന്തേ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാക്കുന്നത്? സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കാറ്റിൽ പറത്തുന്നതും അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരിക്കുന്നതും മൂല്യനിർണ്ണയത്തിന്റെ പ്രതിഫലം 1 വർഷമായിട്ടും നൽകാതിരിക്കുന്നതും HSS അധ്യാപകരോടുള്ള ചിറ്റമ്മ നയമാണെന്ന് ജ്യോതിസ് S സൂചിപ്പിച്ചു. പ്രവർത്തിച്ചു പോരുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്തു പോരുന്ന നിരവധി സബ്ജക്റ്റുകളെ ഇല്ലായ്മ ചെയ്യുന്നു. സെക്കൻഡ് ലാംഗ്വേജിനെ ഞെക്കി കൊന്ന് മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിനെ ഇല്ലായ്മ ചെയ്യുന്നു. ഞാനടക്കമുള്ള ആളുകൾ ജോലി ചെയ്തിരുന്ന 16 സീനിയർ മലയാളം തസ്തികകൾ കുട്ടികളുണ്ടായിട്ടും യാതൊരു കാരണവുമില്ലാതെ ജൂനിയർ ആക്കിയിട്ട് ഇപ്പോൾ 2 വർഷമാകാൻ പോവുകയാണ്. നിർബന്ധപൂർവ്വം സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറ്റത്തിനകത്തുള്ള വിചിത്രങ്ങളായിട്ടുള്ള നിയമങ്ങൾ, ഇങ്ങനെ ഓരോന്നും വെച്ചിട്ട് ഹൈസ്കൂളിനെയും ഹയർ സെക്കൻഡറിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ യോഗ്യതകളുള്ള, ഒരുപാട് യോഗ്യതകളുള്ള, ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉയർന്ന തസ്തികയിൽ ഏറ്റവും ഉയർന്ന യോഗ്യതകളുള്ള നമ്മളെ ഏറ്റവും താഴെയുള്ള ജീവനക്കാരെ പോലെ കാണുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നതിനെതിരെ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കൂടിച്ചേർന്നിട്ടുള്ളത്. നമ്മളുടെ മൂല്യനിർണ്ണയത്തിൻ്റെ വേതനം എവിടെ എന്നുള്ള ചോദ്യം, അതിനൊരു മറുപടി അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് ആളുകളുടെ പേരും അവർക്ക് കിട്ടാനുള്ള തുകയും എഴുതിയിട്ടതല്ലാതെ അതാരുടെ അക്കൗണ്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ അപമാനിക്കുന്നതിനെതിരെ സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിലും
എല്ലാ ക്യാമ്പുകളിലും നമ്മൾ നമ്മുടെ പ്രതിഷേധം ഏപ്രിൽ 3 മുതൽ നടന്നു വരികയാണ്. നമുക്ക് ഇന്നാണ് ചെയ്യാൻ പറ്റിയത്. ക്യാമ്പിലെ വിവിധ വിഷയങ്ങളിലെ എല്ലാ അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ട് പ്രതിഷേധ സംഗമം സർക്കാരിനുള്ള താക്കീതായി മാറിയെന്ന് നോബിൾ ജോസഫ് പറഞ്ഞു. FHSTA ഭാരവാഹികളായ സിബി ജോസഫ്, അജേഷ് KT, രാജൻ തോമസ്, നോബിൾ മാത്യു, അജോ പി ജോസ്, ഉഷസ് ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കണ്ണിൽ മിന്നും പൊന്മാമ്പൂവേ, നിന്നിൽ തിളങ്ങും സൂര്യസ്വർണ്ണമേ. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ.